രാജവാഴ്ചയുടെ ഭൂതമുറങ്ങുന്ന കവടിയാറിനും ഗോൾഫ് ലിങ്സിനും ഇടയിലാണ് സെന്റിന് 70 ലക്ഷത്തിന് മുകളിൽ മതിപ്പ് വിലയിൽ അതിസമ്പന്നർക്ക് മാത്രം പ്രാപ്യമാകുന്ന ഒരു കോറിഡോറിൽ കോടികൾ വീശിയെറിഞ്ഞ് കെട്ടിപ്പൊക്കുന്ന ഒരു 3 BHK ഫ്ളാറ്റ് അല്ല, എടുപ്പും മുഖപ്പുമുള്ള ഒരു ആഡംബര കൊട്ടാരമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാസശമ്പള കണക്കിൽ അങ്ങനെയൊന്ന് ചെയ്യണമെങ്കിൽ വീട്ടിൽ ഉലുത്തിയാൽ മാമ്പഴം കണക്കെ പണക്കെട്ടുകൾ പൊട്ടിവീഴുന്ന മരമുണ്ടാകണം. അല്ലെങ്കിൽ ആരെങ്കിലും ആ കണക്കില്ലാ കോടികൾ ഉദാരമായി കൊടുക്കണം. അതുമല്ലെങ്കിൽ നെറുകേട് നാറുന്ന അധർമ്മ വഴിയാണ്. അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കുക. ആ പോലീസിലെ സൂപ്പർ DGPയും സിംഗിടുകളും ചേർന്ന് കോടികൾ തടുത്തുകൂട്ടി ചാക്കിലാക്കുന്നത് ചോട്ടാരാജനെയും ഹാജി മസ്താനെയും നാണിപ്പിക്കുന്ന മട്ടിലാണെന്ന് ആരോപിച്ചത് പ്രതിപക്ഷ നേതാവല്ല, അതൊരു ഭരണപക്ഷ MLA. ഒന്നല്ല 3 വാർത്താ സമ്മേളനങ്ങളിൽ ഫോൺ കോൾ രേഖയടക്കം നാടിഞ്ഞെട്ടി വെളിപ്പെടുത്തലുകൾക്കൊടുവിലും ലക്ഷങ്ങൾ നെഞ്ചേറ്റിയ പൂരാഘോഷം അലമ്പാക്കി വെറുപ്പിച്ച് സംഘപരിവാറിന് ജയിക്കാൻ കോപ്പുണ്ടാക്കിയെന്ന് കൂടെയുള്ളവർ പറയുമ്പോഴും സസ്പെൻഷൻ പോട്ടെ, ഒരു താൽക്കാലിക അവധിക്ക് സൂപ്പർ DGPയെയും SPAമാനെയും പറഞ്ഞുവിടാനുള്ള ചങ്കുറപ്പില്ലെങ്കിൽ മടിയിൽ കനത്തിന്റെയും ഉപ്പുവെള്ള പ്രമാണത്തിന്റെയും ക്ലീഷേ വർത്താനം പറയല്ലേ, നാണക്കേട് കേരളത്തിനാണ്. അൻവർ MLA പൊട്ടിച്ച ബോംബിന്റെ തുടർച്ചയിൽ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ആരാധകർക്ക് പിണറായിടാ എന്ന് BGM വിട്ട് കത്തിക്കാനുള്ള വാചകമടിക്കപ്പുറം നടപടിക്രമങ്ങൾ പേപ്പറിലേക്ക് എത്തിയപ്പോൾ ആന മൊട്ട. രസം പറയുന്ന മുഖ്യമന്ത്രിക്ക് പേടിയാണെന്നും ആൽമരം പോലെ ആഭ്യന്തര വകുപ്പിൽ പടർന്നു ബന്ധലിച്ച് സൂപ്പർ CMഉം സൂപ്പർ DGPയും ചേർന്ന് ഇടംബലം മുഖ്യമന്ത്രിക്ക് കൂച്ചുവലങ്ങാണെന്ന് പ്രതിപക്ഷം കളിയാക്കലാണ്. കസേരയാണെന്ന് വെല്ലുവിളിക്ക് മുട്ടുറയ്ക്കാതെ മറുപടിയുണ്ടോ മുഖ്യമന്ത്രി? എന്നിട്ടാകാം ഊരിപ്പിടിച്ച വടിവാടികൾ കണ്ട കാലത്തെക്കുറിച്ചുള്ള ബെഡായി ഗീർവാണം. അജിത്തിന്റെ ക്രമസമാധാന പോലീസിൽ സഖാക്കളെ കാണുന്നതേ ചതുർത്ഥിയാണ് എന്ന അടുത്തട്ട് വികാരം പൊളിറ്റിക്കൽ സെക്രട്ടറി അവഗണിച്ച് തള്ളിയാലും പൂരവഞ്ചനയിൽ അയാൾക്കും പങ്കെന്ന ആരോപണം അൻവറിനെ നാക്കടച്ചാൽ തീരുന്നതല്ല. ADGPക്കെതിരെ അണിനിരക്കുന്ന അന്വേഷണ കോമഡിയിൽ ഇടതുപക്ഷ സർക്കാർ എന്ന് കേൾക്കുമ്പോഴേക്ക് കുറ്റവാളികൾ വെട്ടിവിറക്കട്ടെ. അധോ സംഘത്തെ പിടിച്ചുകെട്ടി വെളിച്ചത്തൂട്ടി ഇരുട്ടത്ത് ഉറക്കണം. ദാക്ഷിണ്യമില്ലാതെ ഒരു മയിൽപീലിയെടുത്ത് അവന്റെ പുറമടിച്ച് പൊളിക്കണം.